നാട്ടിലാകെ ഹോട്ടാണ് ടോപ്പിക്. പുറത്ത് പൊള്ളിപ്പൊളിയുന്ന വെയിലും ചൂടുമാണ്. പെരുമഴയത്ത് സൂക്ഷിക്കേണ്ടതുപോലെ തന്നെ കൊടും വെയിലത്തും ചില മുൻകരുതലുകൾ നമ്മളൊക്കെ എടുക്കണം. ഇടുക്കിയും വയനാട് ഒഴികെ 12 ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ഞങ്ങളാണ് മുന്നിലെന്ന വണ്ണം ഒരു മത്സരം നടക്കുന്നുണ്ടെന്ന മട്ടിൽ പാലക്കാടും കൊല്ലവും പത്തനംതിട്ട ജില്ലകളും ചൂട് താപനിലയിൽ ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ്. കനത്ത വെയിലിന്റെ നിഴൽ മനുഷ്യജീവിതങ്ങളെ ബാധിക്കുന്നുണ്ട്. വിഷുക്കാല കച്ചവടം പൊരിവെയിൽ കാരണം അല്പം കുറയുന്നുവെന്ന് വ്യാപാരികൾ പോലും നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വേനൽച്ചൂടിനിടെ കോട്ടയം ജില്ലയിലെ നെല്ല് സംഭരണം വൈകുന്നത് കർഷകർക്ക് തീരാത്തുരിതം സൃഷ്ടിച്ചിരിക്കുകയാണ്. കിഴവിന്റെ പേരിലുള്ള തർക്കമാണ് പ്രതിസന്ധി. അങ്ങനെ ഒട്ടനവധി ജനകീയ വിഷയങ്ങളുമായി നമ്മൾ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വെട്ടിപ്പൊളിയുന്ന വെയിലിന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. കൊടും ചൂടിൽ വിയർത്തൊലിക്കുകയാണ് കേരളം. താപനില 35, 38 പിന്നിട്ട് 40ലേക്ക് അത് പതിയെ കടന്നിരിക്കുകയാണ്. ചൂട് ക്രമാതീതമായി വരുമ്പോൾ മലയാളിയുടെ ആരോഗ്യത്തെ മാത്രമല്ല ഉപജീവനത്തെയും, അതായത് നമ്മുടെ അന്നത്തെ പോലും പ്രതികൂലമായത് ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ചൂട് കനത്തോടെ വൈദ്യുപഭോഗത്തിൽ സർവകാല റെക്കോർഡാണ്. കേരളം അത്യുഷ്ണത്താൽ ചുട്ടുപൊള്ളുകയാണ്. കൊല്ലവും പാലക്കാടും വെന്തുരുകാൻ തുടങ്ങിയിട്ട് മാസം 3ആയി. കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയത് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയും വരാത്ത വേനൽ മഴയെ കാത്തിരിക്കുന്ന മലയാളിയോട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് പറയാനുള്ളത് ഇനി 5 ദിവസത്തേക്ക് കാര്യമായ മഴ പ്രതീക്ഷിക്കേണ്ട എന്നാണ്. ഫെബ്രുവരി മുതൽ തുടങ്ങിയ ചൂടാണ്. ആദ്യം വിയർത്തും പിന്നെ വെള്ളം കുടിച്ചും തുടങ്ങിയ മലയാളിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശനിയാഴ്ച വരെ പാലക്കാട് 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 38 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇത്തരം മുന്നറിയിപ്പുകൾക്കൊപ്പം ക്രമാതീതമായി ചൂട് വർദ്ധിക്കുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ജനങ്ങൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധർ പറയുന്നു. ഒന്ന്, ചൂട് വളരെയധികം കൂടുന്നു. നമ്മുടെ ശരീരം അതിനനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മറ്റൊന്ന്, ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ പോലും ജലാംശം കുറവാണെങ്കിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ദാഹിക്കുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ. പക്ഷേ ചൂട് സമയത്ത് ദാഹം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുകയും സൂര്യാഘാതം ഏൽക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം കുടിക്കുക. ദാഹിച്ചില്ലെങ്കിൽ പോലും ഒരു ദിവസം 2-3 ലിറ്റർ വെള്ളം കുടിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ മുറിക്കുള്ളിൽ ഇരുന്നാൽ പോലും സൂര്യാഘാതം ഉണ്ടാകാം. ജനലും വാതിലുകളും തുറന്നിടുക എന്നുള്ളതാണ്. മലയാളിയുടെ ആരോഗ്യത്തെ മാത്രമല്ല ഉപജീവനത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് നിർബാധം തുടരുന്ന ഈ ചൂട്. പാലക്കാട് മറുവക്കാട് സ്വദേശി സുമതി മുരളീധരന്റെ കുളത്തിലെ മീനുകൾ ചൂടിനെ തുടർന്ന് ചത്തുപൊങ്ങി. സംഭവത്തിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. ഒപ്പം കനത്ത ചൂടേറ്റ് വാടുകയാണ് വിഷു വിപണിയും. പ്രധാന വിപണന കേന്ദ്രങ്ങളിലേക്കൊന്നും ചൂട് കാരണം ആളുകൾ സാധനം വാങ്ങാനെത്തുന്നില്ല. അതിന് ചൂടുകൊണ്ട് ആളുകൾ വെളിയിറങ്ങാതെ കച്ചവടം വളരെ കുറവ്. സാധനങ്ങളൊക്കെ ഉണ്ട്, തിരക്ക് കുറവാണ്, വലിയതൊന്നുമില്ല. ഇതിനിടെ വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ വൈകിട്ടോടെ സംസ്ഥാനം സർവകാല റെക്കോർഡിലേക്കെത്തി. ഇന്നലത്തെ വൈകിട്ടത്തെ വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ടായിരുന്നു. അണക്കെട്ടുകളിൽ ജലദൗർലഭ്യം തുടരുകയും താപനില കുറയാതെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഇത് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. കത്തുന്ന വെയിലിൽ വിയർക്കുകയാണ് കേരളം. വേനൽ മഴ ലഭിക്കാൻ ഇനിയും വൈകുമെന്ന മുന്നറിയിപ്പുണ്ട്. നമ്മുടെ സുരക്ഷിതത്വം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജാഗ്രതയോടെ ഇരിക്കാം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. വെയിലിനെ വെള്ളം കുടിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്യുക. നമ്മുടെ മുമ്പുള്ളത് കുടിക്കൽ മാത്രമാണ്. നല്ലത് മാത്രം കുടിക്കുക. ഈ പറഞ്ഞ പോലെ മുൻകരുതലുകൾ സ്വീകരിക്കുക. ചൂട് ഇനിയും കൂടിയാൽ എന്ത് ചെയ്യുമെന്നാണ് സാധാരണക്കാരുടെ ചോദ്യം. കാണാം ചില പ്രതികരണങ്ങൾ, അവരുടെ ആശങ്കകൾ. ഭയങ്കര ചൂട് കൂടുതലാണ്, കഴിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ കഴിയില്ല ചൂടുകൊണ്ട്. പൊതുവെ ഭയങ്കര ചൂടാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. കാരണം വിഷുവൊക്കെ ആയിട്ട് എങ്ങനെ പുറത്തിറങ്ങാതിരിക്കുക? സാഹചര്യം വളരെ മോശമാണ്. ചൂട് സഹിക്കാനേ പറ്റുന്നില്ല. നല്ല ചൂടാണ്, പുറത്തിറങ്ങാനേ പറ്റില്ല. രാവിലെ ഇറങ്ങുക, കഴിഞ്ഞ് വീട്ടിൽ പോവുക, പിന്നെ 4 മണിക്ക് ശേഷം ഇറങ്ങാം. രാവിലെ ചൂട് തന്നെ, തീരെ പറ്റുന്നില്ല. ഒരു ദിവസം 2-3 തവണ കുളിക്കണം. പിന്നെ പറഞ്ഞാൽ ഡ്രസ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം. നല്ല ബുദ്ധിമുട്ടാണ്. ഈ ക്ലൈമറ്റ് മാറിയതോടുകൂടി തന്നെ ചുമ ഭയങ്കരമായിട്ട് ഡ്രൈ കഫാണ്. കുഴപ്പമില്ല, എന്നാലും സഹിക്കാതെ നിവർത്തില്ല. വിഷുവൊക്കെ അല്ലേ. കാലാവസ്ഥ പ്രത്യേകിച്ച് ഈ ഓണം വിഷുവിൻ്റെ
ഇതുമായിട്ട് പ്രത്യേകിച്ച് വ്യാപാരികൾക്കൊക്കെ ഇത് ബിസിനസ്സിനെ ബാധിക്കുന്ന രൂപത്തിലേക്കാണ് ചൂടുണ്ടായത്. ഈ ചൂടിന് വേണ്ടി കൊണ്ടുവന്ന സാധനം മുന്തിരി ജനങ്ങൾക്കും വേണ്ടിയിട്ട് അമ്മാതിരി ചൂടാണ്. കായ പൊള്ളി മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരെ ചൂട് സഹിക്കാൻ വയ്യ. നല്ല ശക്തമായ ചൂടല്ലേ ഇപ്പോൾ. ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഒരു ദിവസം ഒരു 4 ലിറ്റർ വെള്ളം കുടിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ. മഴ പെയ്തതിന് ശേഷം കുറച്ചുകൂടെ ചൂട് കൂടുകയായത്. സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. മുൻപിലത്തെ കാലം ഭയങ്കര ചൂടാണ്, ഭയങ്കര കട്ടിയാണ്. ജീവൻ പോകുന്നു നടന്ന് വരെ ഇവിടെ വന്ന് ചെയ്താൽ 300 രൂപ കിട്ടും. കച്ചവടവും കൂടെ നടന്നാലേ എല്ലാം കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ വന്ന വഴി പോവാം. വെള്ളം കുടിയേ കഴിക്കാൻ വയ്ക്കാം. ചൂട് കൂടുതലാണ്, എല്ലാ കൊല്ലത്തെയും കൂടെ ഈ പ്രാവശ്യം കൂടുതലാണ്. പാനി പിയാ ഓ ഖാന ഖാ കെ ആയ കൊല്ലം ജംഗ്ഷൻ സെ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കേരള ചൂടും ഇപ്പം ചൂട് സുഖമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളമൊക്കെ കുടിച്ചാലേ പറ്റൂ, വെള്ളം കുടിക്കാതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു 1.5 മാസം കൂടി വെട്ടിപ്പൊള്ളും, അതുവരെ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, ഈ കണ്ട നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. അതിനിടയിൽ വ്യാജ വാട്സാപ്പ് സന്ദേശങ്ങൾ പരക്കെ പ്രചരിക്കുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രം വിശ്വസിക്കുക, അധികാരികൾ പറയുന്നത് മാത്രം മുഖവിൽക്കരിക്കുക, മറ്റേതൊക്കെ ചുമ്മാതെ നമ്മളെ ടെൻഷനാക്കാനുള്ളതാണ്, അതിലേക്ക് വീഴാതിരിക്കുക. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടിയാണ്, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. കോട്ടയം ജില്ലയിലെ നെല്ല് സംഭരണം വൈകുന്നത് കർഷകർക്ക് ദുരിതമാവുകയാണ്. കിഴിവിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് മില്ലുടമകൾ പലയിടത്തും നെല്ല് സംഭരിക്കാൻ തയ്യാറാകുന്നില്ല. കർഷകർ ഈ കണ്ട നെല്ലൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇതിപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. കൊയ്തിട്ട നെല്ല് പാടശേഖരങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് കർഷകർ. പണ്ട് ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയായിരുന്നു നെല്ല് സംഭരിക്കാൻ. എന്നാൽ ഇപ്പോൾ ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കേണ്ടി വരുന്നു. ഐമനം പഞ്ചായത്തിലെ 600-ാം പാടശേഖരത്തിൽ 1 മാസത്തിലധികമായി നെല്ല് കൊയ്തിട്ടിട്ട് ഇതുവരെ നെല്ല് എപ്പോൾ സംഭരിക്കുമെന്ന് ഇവിടുത്തെ കർഷകർക്കറിയില്ല. 25 കിലോ വരെ കിഴിവ് വേണമെന്നാണ് മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. നെല്ല് കയറി കഴിയുമ്പോൾ പാടി ഓഫീസറും നെല്ലുകാരും മില്ലുകാരും എല്ലാവരും കൂടെ ഒത്തുണ്ട് അവരൊരു പണി ചെയ്യുന്നതാണിത്. ഇപ്പോൾ ഈ 25 കിലോ പറയുന്ന പകുതി പാടി ഓഫീസർക്ക് ചെല്ലുന്ന കാശാത്, ആ നെല്ലിൻ്റെ പകുതി അവർക്ക് ചെല്ലുന്നതാണ്. സംഭരണം വൈകിയതോടെ പേറ്റിയെടുക്കുന്ന ജോലികളും ഇപ്പോൾ കർഷകർ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനും വലിയ തുക ചിലവാകുന്നുണ്ട്. പേറ്റിയെടുത്ത നെല്ലിനും കിഴിവ് ആവശ്യപ്പെടുന്നുണ്ട്. 7 ദിവസം 8 ദിവസത്തേക്ക് നെല്ല് കയറി പോകുന്ന ഇതിപ്പം ഇന്നിപ്പം 34-35 ദിവസമായി കൊയ്തിട്ടിട്ട്. അതിനിടയ്ക്ക് ഞങ്ങളിത് 2-3 പ്രാവശ്യം മറിച്ച്, ആ മറിക്കുന്നതിനും ചിലവാണേ, കൂലിയാ. ഇപ്പം തന്നെ പാടത്ത് മുടക്കയിൽ കൂടുതൽ ഇതെല്ലാം മുടക്കിയിരിക്കുക. കടവും വിലയും മേടിച്ചല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് ഞങ്ങൾ വന്ന് തുറന്നിടും, വന്ന് മൂടാതെ പോകാൻ പറ്റും. ഒരു മഴ പെയ്താൽ എന്ത് ചെയ്യും? 22 കിലോയാണ് ആദ്യം പറഞ്ഞത്, അത് കഴിഞ്ഞ് 25 പറഞ്ഞു. 25 പറഞ്ഞിട്ട് ഇപ്പോൾ പേറ്റ് വിഷയം കൊണ്ടുവന്ന് പിടിച്ചത് കൊണ്ട് പിടിച്ചത് 10 കിലോ, ഇത് 15 കിലോ പിടിക്കാത്തത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്. കോട്ടയം ജില്ലയുടെ ഭാഗമായ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പലയിടത്തും ഇതേ അവസ്ഥ തന്നെയാണ്. പാടി ഓഫീസ് ഉപരോധമടക്കം പല കർഷകരും ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രതിസന്ധിയല്ല. നെല്ല് കൊയ്തിട്ടാൽ ഇതാണ് അപ്പർ കുട്ടനാട്ടിലെയും കുട്ടനാട്ടിലെയും കർഷകരുടെ അവസ്ഥ. ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നമുക്കുണ്ടാൻ അരി ഉണ്ടാക്കി തരുന്നവരൊക്കെ കഷ്ടപ്പാടിലാണ്. ചുമ്മാതെ അതും ഇതും പറഞ്ഞ് സംഭരിക്കാതിരിക്കുകയാണ്. ഏറ്റവും ഒടുക്കം ഈ സംഭരിക്കാത്ത നെല്ല് അങ്ങനെ കുന്നുകുന്നു കൂടുമ്പോൾ കിട്ടിയ വിലക്ക് കൊടുക്കേണ്ടി വരുന്ന കഷ്ടപ്പാടിലേക്ക് കർഷകരെത്തും. അതുകൊണ്ട് അതിവേഗത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായി ആ കർഷകർക്ക് ഒരു വിഷുസമ്മാനം എന്ന കണക്കെ അവരുടെ നെല്ല് സംഭരിച്ച് പണം കൊടുക്കട്ടെ. അങ്ങനെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ നേരത്തെ വേനലുമായി ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധ വാർത്തയിലേക്ക് തന്നെയാണ്. ഒരു ഭാഗത്ത് ചുട്ടുപൊള്ളുമ്പോൾ മറുഭാഗത്ത് കുടിവെള്ളം പതിയെ കുറഞ്ഞു വരുന്നുണ്ട്. വേനൽക്കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നത് വാമനപുരം നദിയും അതിലെ കുടിവെള്ള പദ്ധതികളും കാരണമാണ്. പക്ഷേ കിളിമാനൂർ ഭാഗത്ത് സ്ഥിരമായ ഒരു തടയണ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. താൽക്കാലിക തടയണ നിർമ്മാണം കാരണം ഓരോ വർഷവും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്.
വർഷങ്ങൾക്ക് മുമ്പേ ഇക്കാര്യം നിയമസഭയിലും ചർച്ചയായതാണ്. പക്ഷേ ഇന്നും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി തയ്യാറാക്കിയ റിപ്പോർട്ട്. തടയണയല്ല, പണം തടയണം നമ്മൾ മോഹിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശുദ്ധജലം എത്തുന്നത് ഈ മനോഹരമായ വാമനപുരം നദിയിൽ നിന്നാണ്. ഒട്ടനവധി കുടിവെള്ള പദ്ധതികളും വാമനപുരം നദിയെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വേനൽക്കാലത്ത് ജലലഭ്യത ഉറപ്പാക്കാൻ സ്ഥിരമായി തടയണ വേണമെന്ന ആവശ്യം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതിന് 17/11/2016 കൂടിയ യോഗത്തിൽ വാമനപുരം നദിക്ക് കുറുകെ കാരേറ്റ് പാലത്തിന് സമീപം ഒരു തടയണ നിർമ്മിക്കുന്നതിന് ജലസേചന വകുപ്പിനെ ചുമതലപ്പെടുത്താമെന്ന് തീരുമാനിച്ചിരുന്നു. സ്ഥിരമായി തടയണ വേണമെന്ന നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം വർഷങ്ങൾക്ക് മുന്നേ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടതാണ്. കുടിവെള്ള പദ്ധതികൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ചിറ്റാറിലും വാമനപുരം നദിയിലുമാണ്. സ്ഥിരമായി തടയണ എന്ന ആവശ്യത്തിനായി ജനപ്രതിനിധികളും ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ 31 കോടിയിലെ ഗ്രാമീണ കുടിവെള്ള പദ്ധതി നിലവിലുണ്ട്. പക്ഷേ ആ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ജലസംഭരണികളിലേക്ക് എത്തുകയും അത് വിതരണം ചെയ്യണമെങ്കിൽ വാമനപുരം നദി കേന്ദ്രീകരിച്ച് വളരെ ഫിക്സഡ് ആയിട്ടുള്ള സ്ഥിരം സംവിധാനത്തിലുള്ള ഒരു തടയണ അനിവാര്യമാണ് എന്നുള്ളതാണ് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒരു പൊതുവായ ആവശ്യം. ഇത് വാട്ടർ അതോറിറ്റിയിലെ ചില ജീവനക്കാരുടെ അവർക്ക് കാശുണ്ടാക്കുന്നതിന് വേണ്ടി വർഷാവർഷം വരൾച്ച എത്തുമ്പോൾ കുറച്ച് മണ്ണ് ചാക്കിൽ നിറച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുകയും ഗവൺമെൻറ്റിൻ്റെ പൈസ കൊള്ളയടിക്കുകയും ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയിൽ ഒരു ഭാഗം ജീവനക്കാരുണ്ട്. ഇത്തവണയും വേനലായതോടെ വാമനപുരം നദിയിൽ താൽക്കാലിക തടയണ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്തെ താൽക്കാലിക നിർമ്മാണം മഴക്കാലം എത്തുന്നതോടെ പൂർണ്ണമായും വെള്ളം കൊണ്ടുപോകും. ഓരോ തവണയും ലക്ഷങ്ങളാണ് പാഴാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പകുതിയോളം പ്രദേശങ്ങളിലേക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നത് വാമനപുരം നദിയാണ്. ഒട്ടനവധി കുടിവെള്ള പദ്ധതികളാണ് വാമനപുരം നദിയെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സ്ഥിരമായ ഒരു തടയണ നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സബിജിത്തിനൊപ്പം ജിബിൻ ജെബി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വേനൽക്കാലമായാൽ കിണറിന്റെ റിങ് എണ്ണി നോക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ആശങ്കയാണ്, വെള്ളം കുറയുമോ, എത്ര റിങ് ബാക്കിയുണ്ടെന്നൊക്കെ. അത്ര ആശങ്കയുള്ള മനുഷ്യർ നേരത്തെ തന്നെ ഇതൊക്കെ തുടങ്ങേണ്ടിയിരുന്നു. കിണർ റീചാർജിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും മുൻകൂട്ടി നേരത്തെ തുടങ്ങിയാൽ വേനൽക്കാലത്ത് വെള്ളത്തോടെ ജീവിക്കാം. വനിതാ വികസന കോർപ്പറേഷനും പത്തനംതിട്ട നഗരസഭയും സംയുക്തമായി തുടങ്ങിയ കുടിവെള്ള വിതരണ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നഗരഹൃദയത്തോട് ചേർന്ന് പാമ്പൂരിപ്പാറയിലായിരുന്നു കെട്ടിടം നിർമ്മിച്ച് ശുദ്ധജല വിതരണം ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയത്. 2019 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതി പലവിധ കാരണങ്ങളാൽ ഇപ്പോഴും എവിടെയാണോ തുടങ്ങിയത് ആ ഘട്ടത്തിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ കെട്ടിടവും വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങളുമാണ് ഈ രീതിയിൽ നശിച്ചു പോകുന്നത്. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നഗരത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് പാമ്പൂരിപ്പാറ. കൃഷിഭവനോട് ചേർന്ന് കെട്ടിടം നിർമ്മിച്ചു. ഒരു നില കെട്ടിടത്തിൽ വെള്ളം ശുദ്ധീകരിച്ചു നൽകാൻ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഒരുക്കി. ഇതുമാത്രമാണ് ഇക്കഴിഞ്ഞ 8 വർഷം കൊണ്ട് പാമ്പൂരിപ്പാറയിൽ നടന്നത്. വെള്ളവും വെളിച്ചവുമില്ലാതെ അനാഥമായി കിടക്കുകയാണ് ഇന്ന് ഈ കെട്ടിടം. ഒരു കെട്ടിടം പണിതിട്ടു. ഒരു നാട്ടിലാകെ കുടിവെള്ളം വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും ഈ കെട്ടിടത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വർഷം 8 കഴിഞ്ഞു. ഇതുവരെ ഇന്നാട്ടിലെ ആർക്കും ഇവിടുന്ന് ഇതുവരെ കുടിവെള്ളം എത്തിയിട്ടില്ല. കാട് വളരാനും അതുപോലെ ഇഴജന്തുക്കൾക്ക് സൗര്യവിഹാരം നടത്താനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി ഈ കെട്ടിടവും ഈ പരിസരവും മാറി. നഗരസഭ മുൻകൈയെടുത്ത് നടത്തേണ്ട പദ്ധതിയാണ്. എന്നാൽ മാറി മാറി വന്ന നഗരസഭാ ഭരണത്തിലെ അധികൃതരും തിരിഞ്ഞു നോക്കിയില്ല. 2019 ചെയർപേഴ്സണായിരുന്ന ഗീതാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പോയതാണ്. 1 മാസം പോലും തികച്ച് പ്രവർത്തനം നടന്നിട്ടില്ല. വർഷം 8 കഴിഞ്ഞിട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു കുറവുമില്ല. അത് കഴിഞ്ഞതിൻ്റെ മുമ്പിലുള്ള കൗൺസിലിൻ്റെ കാലത്ത് സ്ഥാപിച്ചൊരു പദ്ധതിയാണ്. ആ പദ്ധതി എന്ന് പറഞ്ഞാൽ നഗരത്തിലെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ടുള്ള തുടങ്ങിയ ഒരു പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതിക്കുണ്ടായ ഒരു പരാജയം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഈ വെള്ളം ആറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം എടുത്ത് അത് ശുദ്ധീകരിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കൊടുക്കുന്നതിൽ ആളുകൾക്കൊരു താല്പര്യക്കുറവ് കാണിച്ചു. അതോടൊപ്പം തന്നെ ഈ വനിതകളെ കൊണ്ട് ഈ വെള്ളം വലിയ കാനിലാണ് ഇത് കൊണ്ടുപോകുന്നത്.
അതുകൊണ്ട് വിതരണം ചെയ്യുന്നതിലുള്ള ചെറിയ അപര്യാപ്തത ഉണ്ടായി. അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് മുടങ്ങിപ്പോയത്. ഒരു നാടിന്റെ ആകെ പ്രതീക്ഷയായിരുന്ന പദ്ധതി കാടുപിടിച്ച് നശിക്കുന്നതിൽ നാട്ടുകാർക്കും പ്രയാസമുണ്ട്. നഗരത്തെളിമ എന്ന പേരിൽ വെള്ളമെത്തിക്കാൻ തീരുമാനമെടുത്ത പദ്ധതി ഇന്ന് ഇരുട്ടിലായി. കുറേ പേർക്ക് ജോലി കിട്ടുന്നൊരു സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ജനത്തിന് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത് കുടിവെള്ളമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഭരണസമിതി ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അതൊരു തീർപ്പാക്കി അതിൻ്റെ ഒരു പദ്ധതി ഉടനെ തുടങ്ങുമെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. നാട്ടിൽ 60 രൂപ മുതൽ 80 രൂപ വരെ പലയിടത്തും ഈടാക്കിയാണ് ക്യാനുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത്. എന്നാൽ നഗരസഭയുടെ പദ്ധതി 30 രൂപയ്ക്ക് വെള്ളമെത്തിക്കാനായിരുന്നു. ഇതാണ് എങ്ങുമെത്താതെ നശിച്ചു കിടക്കുന്നത്. മറ്റു പല പദ്ധതികൾ വന്നപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ചെലവഴിച്ച നഗരത്തെളിമ ആർക്കും വേണ്ടാതായി. കുറച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇല്ലാതായി. ഇനി എന്നാ ചെയ്യാനാ? ഇനിയൊന്നും ചെയ്യാനില്ല. ഈ രീതിയിലുള്ള പ്രതികരണമാണ് ബന്ധപ്പെട്ട നഗരസഭാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്. ഇത് പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണ് ഇന്ന് ഇതിൻ്റെ അവസ്ഥ. ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് ഒന്നുമല്ലാതെ ഈ രീതിയിൽ അനാഥമായി കിടക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ശുദ്ധജലത്തിനായി ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിയ ചില പദ്ധതികൾ പാതിവഴി നിൽക്കുമ്പോൾ മറ്റു ചിലയിടത്ത് ഉള്ള ഇടം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അത്തരത്തിലുള്ള വാർത്തയിലേക്കാണ്. പാലക്കാട് വാണിയംകുളത്ത് നിത്യേന ഉപയോഗിക്കുന്ന പറളശ്ശേരിക്കുളം സാമൂഹ്യ വിരുദ്ധർ മലിനപ്പെടുത്തിയ നിലയിലാണ്. രാസമിശ്രിതം കലർത്തി കുളത്തിലെ മീനുകളെ വലയിട്ട് പിടിച്ച് വിൽപ്പന നടത്തിയതായും പരാതിയുണ്ട്. ലേലം ചെയ്യാനായി വളർത്തിയിരുന്ന 5 ലക്ഷത്തോളം വില കണക്കാക്കുന്ന മീനുകളെയാണ് സാമൂഹ്യ വിരുദ്ധർ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ പിടിച്ചുകൊണ്ടുപോയത്. നാട്ടുകാർക്ക് ആശ്രയമായിരുന്ന കുളത്തിലെ വെള്ളം ഇപ്പോൾ ദുർഗന്ധം മൂലം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. കുളം കലക്കി മീൻ പിടിക്കാറുണ്ടെന്ന് വിമർശനാത്മകമായി പൊതുവെ പറയാറുണ്ട്. അത്തരത്തിലൊരു പ്രവൃത്തിയാണ് വാണിയംകുളം പഞ്ചായത്തിലെ പറളിശ്ശേരി കുളത്തിൽ സാമൂഹിക വിരുദ്ധർ ചേർന്ന് നടത്തിയിട്ടുള്ളത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 12-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മനിശ്ശേരി പറളശ്ശേരി കുളത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായാണ് രാസവസ്തുക്കൾ കലർത്തി മീനുകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയത്. ഫിഷറീസ് വകുപ്പ് 2 തവണകളായി കുളത്തിൽ കൊണ്ടുവന്നിട്ട കാർപ്പ്, വരാൽ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് പിടിച്ചുകൊണ്ടുപോയത്. ലേലം ചെയ്യാൻ 5 ലക്ഷത്തോളം രൂപ വില കിട്ടുമായിരുന്ന മീനുകളാണ് നഷ്ടപ്പെട്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ. കടുത്ത വേനലിൽ 100 കണക്കിന് പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന കുളം മലിനപ്പെടുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ പറഞ്ഞു. 100 കണക്കിന് ആളുകൾ കുളിക്കുന്നതും അതുപോലെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ് പറളശ്ശേരിക്കുളം. ആ പറളശ്ശേരിക്കുളത്തെയാണ് ഇങ്ങനെ ഈ നല്ല കടുത്ത വേനലിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരായി ശക്തമായി നടപടിയെടുക്കുന്നതിന് വേണ്ടി ഒറ്റപ്പാലം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. വാണിയംകുളം പഞ്ചായത്തും കർശന നടപടി ഈ വിഷയത്തിൽ എടുക്കും. ദുർഗന്ധം വമിച്ച കുളത്തിലെ വെള്ളം ഉപയോഗശൂന്യമായ അവസ്ഥയാണ്. മീൻ പിടിക്കാനായി ഉപയോഗിച്ച വലകൾ ഉൾപ്പെടെ കുളത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ്. സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടി വേണമെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുളത്തിലെ വെള്ളം ഉപയോഗശൂന്യമായ സാഹചര്യത്തിൽ ജലപരിശോധന നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് വളരെയധികം ആശയക്കുഴപ്പമുണ്ട്. അത് കൃത്യമായി ഇതിൻ്റെ വെള്ളം പരിശോധിച്ച് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം തീർത്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 100 കണക്കിന് ആളുകൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന കുളത്തിൽ രാസമിശ്രിതം കലക്കിയതിനെതിരെ ജനരോഷം ശക്തമാണ്. ഇതിനെതിരെ തക്കതായ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ബീഹാർ മുഖ്യമന്ത്രിയായി BJP നേതാവ് സമ്രാട് ചൗധരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സമ്രാട് ചൗധരി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശം ഉന്നയിച്ചു. പട്നയിൽ നാളെ രാവിലെ 11 മണിക്ക് ചടങ്ങ് നടക്കും. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, അങ്ങനെ ബീഹാറിൽ അതാദ്യമായി BJP മുഖ്യമന്ത്രി. സുഹേൽ, അല്പം മുൻപാണ് പട്നയിലെ ലോക് ഭവനിൽ സമ്രാട് ചൗധരി എത്തുകയും അതുപോലെ തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തത്. അവകാശവാദം ഇപ്പോൾ ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ
സാമ്രാട്ട് ചൗധരിയെ ക്ഷണിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് പട്നയിൽ വെച്ച് ഈ ചടങ്ങ് നടക്കുമെന്നുള്ള കാര്യം BJPയും NDA ക്യാമ്പുകളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക ചെയ്യുന്നുണ്ട്. ഇവരിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത് സാമ്രാട്ട് ചൗധരിക്ക് പുറമെ, അതായത് മുഖ്യമന്ത്രിക്ക് പുറമെ മറ്റേതെങ്കിലും പുതുമുഖങ്ങൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും 2 ഉപമുഖ്യമന്ത്രിമാർ JDUവിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇന്ന് നടന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രിയെ നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആകാംക്ഷകൾ കൂടി എന്തായാലും ഈ ഒരു മണിക്കൂറിൽ നിലനിൽക്കുന്നു. എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് ബീഹാറിൽ ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നു. നിതീഷ് കുമാറിന്റെ പകരക്കാരനായി ബീഹാറിൽ ഒരു BJP മുഖ്യമന്ത്രി വരാൻ ഒരുങ്ങുകയാണ് സുഹൈൽ. എന്തായാലും BJP മുഖ്യമന്ത്രി ബീഹാറിൽ അധികാരമേൽക്കും നാളെ. അർജുനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.